ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബികളുടെ കൂട്ടത്തിൽ അബാദില എന്ന പേരുള്ള 5 സഹാബികളുണ്ടായിരുന്നു. അബ്ദുള്ള എന്ന പേരുകൊണ്ട് തുടങ്ങുന്ന സഹാബികളായതുകൊണ്ടാണ് അവർക്ക് അബാദില എന്ന് പറയുന്നത്. അബ്ദുല്ലാഹിബിൻ അബ്ബാസ്, അബ്ദുല്ലാഹിബിൻ ഉമർ, അബ്ദുല്ലാഹിബിൻ മസ്ഊദ്, അബ്ദുല്ലാഹിബിൻ സുബൈർ, അബ്ദുല്ലാഹിബിൻ അംർ. ഇവരെ പൊതുവിൽ സൂചിപ്പിക്കാൻ ചരിത്രത്തിൽ അബാദില എന്ന പേര് ഉപയോഗിക്കാറുണ്ട്. ഇതിലേറ്റവും പ്രഗത്ഭനായ സഹാബിയാണ് അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പിതൃവ്യൻ അബ്ബാസ് ബിൻ അബ്ദുൽ മുത്തലിബിൻ്റെ മകനാണ് അദ്ദേഹം. ഇസ്ലാമിലേക്ക് വന്ന രണ്ടാമത്തെ സ്ത്രീ എന്ന പേരിൽ അറിയപ്പെടുന്ന ഉമ്മുൽ ഫളിൽ ആയിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിൻ്റെ മാതാവ്. ഉമ്മുൽ ഫളിൽ ഖദീജ റളിയല്ലാഹു അൻഹയുടെ ഏറ്റവും അടുത്ത കൂട്ടുകാരിയായിരുന്നു. വളരെ അഭിമാനത്തോടു കൂടി അവരത് പറയാറുണ്ട്. ഇസ്ലാമിലേക്ക് ഖദീജയ്ക്ക് ശേഷം വന്ന രണ്ടാമത്തെ സ്ത്രീയാണ് ഞാൻ എന്ന് പറയാറുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോകുന്നതിൻ്റെ 3 വർഷം മുമ്പാണ് ഈ അബ്ദുല്ലാഹിബിൻ അബ്ബാസ് ജനിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുമ്പോൾ അദ്ദേഹത്തിന് 13 വയസ്സായിരുന്നു. സഹാബികളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ജ്ഞാനമുണ്ടായിരുന്ന, കർമ്മശാസ്ത്രത്തിലും വിശുദ്ധ ഖുർആനിലും തിരുചര്യയിലുമെല്ലാം ആഴത്തിൽ സൂക്ഷ്മജ്ഞാനമുണ്ടായിരുന്ന ഒരാളായിരുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ്. അതുകൊണ്ട് അദ്ദേഹത്തെ മുഫസ്സിറുകളുടെ ഇമാമുൽ മുഫസ്സിരീൻ എന്ന പേരിൽ അറിയപ്പെടാറുണ്ട്. അതേപോലെ അദ്ദേഹം വഫാത്തായ സമയത്ത് ചരിത്രകാരനായ അല്ലാമ ത്വബരി അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് മാത്ത രിബ്ബിയു ഹാദിഹിൽ ഉമ്മ, ഈ ഉമ്മത്തിൻ്റെ റബ്ബാനി മരണപ്പെട്ടു എന്നാണ്. പ്രഗത്ഭനായ പണ്ഡിതനായിരുന്നു അബ്ദുല്ലാഹിബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹു. വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടിയാലോചന സമിതിയിൽ അദ്ദേഹം അംഗമായിരുന്നു. ഏത് വിഷയത്തിൽ ഉമർ റളിയല്ലാഹു അൻഹുവിന് സംശയങ്ങളുണ്ടാവുകയോ അവ്യക്തതകൾ ഉണ്ടാവുകയോ ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഖുർആനിൻ്റെ വിഷയത്തിൽ കൂടിയാലോചിച്ചിരുന്ന ഒരാളായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തെ ഇങ്ങനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അല്ലാഹുമ്മ ഫഖിഹുഹു ഫിദ്ദീൻ, ദീനിൽ ഏറ്റവും അറിവുള്ള ഒരാളായി ഇദ്ദേഹത്തെ മാറ്റണേ അല്ലാഹ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസിന് വേണ്ടി പ്രാർത്ഥിച്ചിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തർബിയത്തിലാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു വളർന്നു വന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫമാരുടെ കാലത്തെല്ലാം മുസ്ലിം സമൂഹത്തിൽ ഇസ്ലാമിക അറിവുകൾ പ്രചരിപ്പിച്ചും അവരുടെ ഇസ്ലാമികമായ സംശയങ്ങൾ ദൂരീകരിച്ചും ഫത്വകൾ നൽകിയും പണ്ഡിതനായി അദ്ദേഹം തുടരുകയായിരുന്നു. ഇസ്ലാമിക ചരിത്രത്തിൽ 4ാം ഖലീഫയായ അലി റളിയല്ലാഹു അൻഹു അധികാരത്തിൽ വന്നപ്പോൾ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ അരങ്ങേറുകയുണ്ടായി. ആ സന്ദർഭത്തിൽ അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കൂടെ ഉറച്ചു നിൽക്കുകയും അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കുതിരപ്പടയാളികളുടെ നായകനായി അദ്ദേഹം നായകസ്ഥാനം ഏറ്റെടുക്കുകയും ചെയ്തു. അങ്ങനെ രൂക്ഷമായ പോരാട്ടങ്ങൾ നടത്താൻ നേതൃത്വം നൽകുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയായിരുന്നു, പോരാളി കൂടിയായിരുന്നു ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം അലി റളിയല്ലാഹു അൻഹുവിൻ്റെ കാലത്ത് ഉടലെടുത്ത ആഭ്യന്തരമായ പ്രശ്നങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ഖവാരിജുകൾ എന്ന് പറയുന്നു. ഖവാരിജുകൾ വിശുദ്ധ ഖുർആനെ വ്യാഖ്യാനിച്ചുകൊണ്ട് പല വാദങ്ങളും ഉണ്ടാവുകയും ഉടലെടുക്കുകയും ചെയ്തപ്പോൾ അവരോട് വൈജ്ഞാനികമായി തർക്കിക്കുകയും സംവാദത്തിൽ ഏർപ്പെടുകയും അതുവഴി 2000-ഓളം ഖവാരിജുകളെ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ചെയ്യാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്നത് ചരിത്രത്തിൽ ഏറ്റവും വലിയ ഒരു സംഭവമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അദ്ദേഹം ദീർഘകാലം ജീവിച്ചു. മദീനയിലും മക്കയിലും തായിഫിലുമൊക്കെയായി ദീർഘകാലം അദ്ദേഹം ജീവിക്കുകയും ഇസ്ലാമിക വിജ്ഞാന മേഖലയിൽ വലിയ സംഭാവനകൾ നൽകുകയും ധാരാളം പ്രഗത്ഭരായ ശിഷ്യന്മാരെ ലോകത്തിന് സംഭാവന ചെയ്യുകയും ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വത്തോടു കൂടി അദ്ദേഹം ആകെ അങ്കലാപ്പിലാവുകയും, അല്ലെങ്കിൽ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിൻ്റെ രക്തസാക്ഷിത്വം അദ്ദേഹത്തെ ആകെ ഉലച്ചു കളയുകയാണ്. വലിയ നിരാശയും സങ്കടവും അദ്ദേഹത്തിനുണ്ടാവുകയും അസുഖബാധിതനാവുകയും അങ്ങനെ 71-ാം വയസ്സിൽ തായിഫിൽ വെച്ച് അള്ളാഹുവിലേക്ക് യാത്രയാവുകയും ചെയ്ത ഈ സമൂഹത്തിൻ്റെ റബ്ബാനി ആയിരുന്നു
മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു.